ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ പാലപ്പം ഉണ്ടാക്കാം എളുപ്പത്തിൽ, അതേപോലെ തന്നെ പാലപ്പത്തിൻ്റെ മാവ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നും കാണിച്ചു തരാം. പിന്നെ നമ്മൾ 2 മണിക്കൂറിൽ നമ്മൾ ഈ പാലപ്പം ഉണ്ടാക്കാൻ വെക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ടൈം കൊണ്ട് നമുക്ക് എങ്ങനെ അടിപൊളി ഒരു ബീഫ് സ്റ്റൂ കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മൾ അപ്പത്തിന് വേണ്ട പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ ചോറ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഫുൾ തേങ്ങ ചിരണ്ടിയത് നമ്മൾ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈസ്റ്റ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്കൊരു 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് കൈവച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചേർത്ത് ഈസ്റ്റും പഞ്ചസാരയൊക്കെ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് അരയ്ക്കാൻ പാകത്തിന് ഇത് മിക്സിയിൽ അരച്ചെടുക്കാം. അരയ്ക്കുന്ന ടൈമിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാറ്റർ ഒത്തിരി തിക്കാവാനും പാടില്ല, അതേപോലെ തന്നെ ഒത്തിരി ലൂസ് ആവാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക് അപ്പത്തിന്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫുൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്പൂൺ വെച്ചൊന്ന് നല്ലപോലെ ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മൂടി വെക്കാം. അപ്പത്തിൻ്റെ മാവൊക്കെ നമ്മളങ്ങനെ റെഡിയാക്കി മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള ബീഫ് സ്റ്റൂ ആണ്. അപ്പോൾ ബീഫ് സ്റ്റൂവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, കുരുമുളക്, ഏലക്ക, ഗരം മസാല, തക്കോലം, പിന്നെ കറുവാപ്പട്ട. ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റ് തന്നെയാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഈ സ്പൈസസിൻ്റെ പ്രോഡക്റ്റ്സ്. ഈ എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് വേവിക്കാനുള്ള ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബീഫ് സ്റ്റൂ ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നാലേ ആ ഒരു ഗ്രേവി മോഡൽ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏഴ് വിസിൽ വരെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കാഷ്യൂനട്ടും തേങ്ങയും കൂടെ നല്ലപോലെ ഒന്നൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. 7 വിസിലിന് ശേഷം നമുക്ക് ബീഫ് തുറന്ന് നോക്കാം. ആ ഒരു സ്പൈസസിൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉരുളി ചൂടാക്കാൻ വയ്ക്കാം. ഉരുളി ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ക്യാരറ്റ്, കിഴങ്ങ്, പച്ചമുളക്, ക്യാപ്സിക്കം, 2 വേപ്പില. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. ആ ഒരു പച്ച മണം, ആ ഒരു പച്ചപ്പ് മാറി വരുന്നവരെ, ഒന്ന് വാടി വരുന്നവരെ നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
കളറൊക്കെ മാറി നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ ഒരു പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച ബീഫ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ ഒരു ബീഫിൻ്റെ നല്ല മണമൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ആ ഒരു മസാലേൻ്റെ സ്മെല്ലൊക്കെ നല്ല പോലെ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു തേങ്ങേൻ്റെയും കാഷ്യൂൻ്റെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീഫ് സ്റ്റൂ നല്ല പോലെ ഒന്ന് പറ്റി കുറുകി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് നമ്മുടെ ബീഫ് സ്റ്റൂവിനെ നേരെ ഒരു പാത്രത്തിലേക്ക് ആക്കാം. ഇപ്പം തന്നെ കണ്ടിട്ട് കഴിക്കാനൊന്ന് അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഉണ്ടാക്കാതെ പക്ഷെ എങ്ങനെ കഴിക്കാനാ? അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ദേ നല്ല പൊളിയായിട്ട് അപ്പത്തിൻ്റെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ആർക്കും പുറത്ത് പോയി അപ്പത്തിൻ്റെ മാവ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വീട്ടിൽ എങ്ങനെ അപ്പത്തിൻ്റെ മാവ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. നല്ല പൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നമുക്ക് ബീഫ് സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാനുള്ളതല്ലേ. ഇതെൻ്റെ അമ്മേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതെൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ അച്ഛൻ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തന്നെ കാണാം. ദേ നല്ല അടിപൊളിയായിട്ട് ദേ പാലപ്പം ദേ അച്ഛൻ കറക്കി എടുക്കുന്നുണ്ട്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ പാലപ്പം. ഇനി നമുക്ക് മൂടി വെക്കാം. ഇനി പാലപ്പം റെഡിയായോ എന്ന് നോക്കാം. പാലപ്പം ഒന്ന് തുറന്നു നോക്കാം. ദേ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് പാലപ്പം റെഡിയായി വന്നിട്ടുണ്ട്. സൈഡൊക്കെ നല്ല മുരിഞ്ഞ് ആ നല്ല ചൂട് പാലപ്പം ആ ബീഫ് സ്റ്റൂ കൂടെ ഒഴിച്ച് കഴിക്കാൻ എൻ്റെ പൊന്നോ എന്ത് ടേസ്റ്റായിരിക്കും. നിങ്ങൾ തന്നെ ഓർത്ത് നോക്ക്. അച്ഛൻ്റെ നല്ല അടിപൊളിയായിട്ട് പാലപ്പം കറക്കിയെടുക്കുന്ന കണ്ടോ. അങ്ങനെ നമ്മുടെ ചൂട് പാലപ്പവും ആ ബീഫ് സ്റ്റൂ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ആ ബീഫ് സ്റ്റൂവിൻ്റെ മണമൊക്കെ നല്ല പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആദ്യം ശിവയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ശിവ അപ്പം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ട്യൂഷനൊക്കെ പോയി നല്ല ക്ഷീണിച്ച് വന്നിരിക്കുവാണ്. അതെ, പഠിച്ചിട്ട് വന്നതാണ്. എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇവനില്ലാത്തപ്പോ ഉണ്ടാക്കിയ വീഡിയോ. ഇവൻ ട്യൂഷന് പോയിരിക്കുവായിരുന്നു. ഭയങ്കര പഠിത്തത്തിന് പോയിരിക്കുവായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അറിയത്തില്ല. ഇനി അച്ഛൻ കഴിക്കണം. ഭയങ്കര സ്മെല്ലാണ്ട് ഇങ്ങോട്ട് വായ്പ വെള്ളം വരും, കൊതി വരും. ഒരു രസമില്ല, പൊളി സൂപ്പറാണ്. അപ്പം നല്ല അടിപൊളിയായിരുന്നു. സ്റ്റൂവിന് നല്ല മസാലയൊക്കെ പിടിച്ച്
നല്ല ടേസ്റ്റ് ഉണ്ട്. പൂപോലത്തെ അപ്പമാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ. 2 മണിക്കൂർ കൊണ്ട് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പമാണ്. ഭയങ്കര സോഫ്റ്റുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. പിന്നെ നിങ്ങൾ എളുപ്പത്തിൽ എങ്ങനെയാണ് പാലപ്പം ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചില്ലേ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്ത വീഡിയോ വരേക്കും ടാറ്റ, ബൈ ബൈ.